ഒരു തൊഴിലാളി സമരത്തോട് ഒരു ഇടതുപക്ഷ സർക്കാർ ഒരിക്കലും കാണിക്കാൻ പാടില്ലാത്ത കാര്യമാണ് ചെയ്തത്. പറഞ്ഞാൽ ഒന്ന്, ഈ സർക്കാർ കഴിഞ്ഞ 10 വർഷമായി ഒരു തൊഴിൽ സമരങ്ങളിലും ഉണ്ടാകാൻ അനുവദിക്കാത്ത തരത്തിൽ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങളെ വരെ അവർ നിലയ്ക്ക് നിർത്തിയിരിക്കുകയായിരുന്നു. കടുത്ത പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഓർഗനൈസ്ഡ് സെക്ടറിൽ ഉൾപ്പെടെയുണ്ട്. എന്നുവെച്ചാൽ KSRTCയിൽ മാസങ്ങളോളം ശമ്പളം മുടങ്ങുന്നു, പെൻഷൻ മുടങ്ങുന്നു, ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുന്നു. പക്ഷെ അവർക്ക് ആർക്കും ഒരു സമരത്തിൻ്റെ ഭാഗത്തേക്ക് വരാൻ കഴിയാത്ത തരത്തിൽ അവർ നിയന്ത്രിക്കപ്പെട്ടിരുന്നതാണ്. അവിടെ തൊഴിലാളി സമരങ്ങളോട്, ഏത് തരം സമരങ്ങളോടും ഒരു തൊഴിലാളി വിരുദ്ധമായ നിലപാടാണ് അവരെടുത്തിരുന്നത്. ഞങ്ങളുടെ സമരം തുടങ്ങി 31 ദിവസം ഞങ്ങൾ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഈ സമരത്തെക്കുറിച്ചൊരു വാക്ക് പറയുന്നത്. എത്രത്തോളം ജനാധിപത്യ വിരുദ്ധവും തൊഴിലാളി വിരുദ്ധമാണ്. അദ്ദേഹം അന്ന് പറഞ്ഞത് സമരത്തിൻ്റെ വഴിക്ക് പോട്ടെ, അങ്ങനെ സമരത്തിലൂടെ എല്ലാം നേടാമെന്ന് ഒരു രീതി ഇനി ഉണ്ടാക്കിയെടുക്കേണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ തൊഴിലാളി വിരുദ്ധതയെ അംഗീകരിക്കാൻ കേരളത്തിന് കഴിയില്ല. കേരളം എന്ന് പറയുന്ന ഈ ഭൂമിക ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും വ്യത്യസ്തമായി നിൽക്കുന്നത് അത് സൃഷ്ടിക്കപ്പെട്ടത് വ്യത്യസ്തങ്ങളായ സമരങ്ങളിലൂടെയാണ്. അത് നവോത്ഥാന മുന്നേറ്റമാണെങ്കിലും അതിനുശേഷം വന്ന തൊഴിലാളി പ്രക്ഷോഭങ്ങളാണെങ്കിലും സ്ത്രീ പ്രക്ഷോഭങ്ങൾ, വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ അടക്കമുള്ള 100,000 പ്രക്ഷോഭങ്ങളിലൂടെയാണ് കേരളം സൃഷ്ടിക്കപ്പെട്ടത്. ആ ഉയർന്ന രാഷ്ട്രീയ ബോധവും ജനാധിപത്യ ബോധവും കേരളത്തിനുണ്ട്. അത് ഒരുപക്ഷെ ഇവരുടെ ഈ പ്രവർത്തികൾ കാരണം കഴിഞ്ഞ 10 വർഷമായി വളരെയധികം നിരാശയിലും വേദനയിലും ഒക്കെ കടന്ന മനുഷ്യന്റെ മുന്നിലേക്ക് ഒരു പ്രതീക്ഷയായിട്ടാണ് ആശാസമരം വളർന്നു വന്നത്. ഈ സർക്കാരിനോടുള്ള അവരോടുള്ള വിദ്വേഷവും അല്ലെങ്കിൽ അവരോടുള്ള ഈ എതിർപ്പുകളും ഒക്കെ അവർ എങ്ങനെ പ്രകടിപ്പിക്കും എന്നറിയാൻ കഴിയാതെ എല്ലാ വിഭാഗം ജനങ്ങളും, അത് ഏതെങ്കിലും തൊഴിൽ വിഭാഗം മാത്രമല്ല, കേരള സമൂഹം ഒന്നാകെ, കാരണം ഇവരുടെ വാക്കുകൾ, പ്രവർത്തികൾ, മനുഷ്യരോട് കാണിക്കുന്ന സമീപനങ്ങൾ, തൊഴിലാളികളോട് ഇവരുടെ സമീപനം. എന്നാൽ മറുവശത്ത് മുതലാളി എന്ന് പറഞ്ഞാൽ അദാനി ഈസ് അവർ പാർട്ട്ണർ എന്ന് പറയാൻ കാണിക്കുന്ന ഒരു വലിയ ഒരു ഉത്സാഹം, യൂസഫ് അലി ഈസ് അവർ നമ്മുടെ നാടിൻ കേരളത്തിൻ്റെ ബ്രാൻഡ് അംബാസിഡറാണ് എന്ന് പറയാൻ കാണിക്കുന്ന ഒരു ഉത്സാഹമൊക്കെ ഈ കേരളത്തിൻ്റെ രാഷ്ട്രീയ ബോധത്തിന് രുചിക്കുന്നതായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ സമരം ഉണ്ടായി വന്നപ്പോൾ ഈ കേരളത്തിലെ ജനങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന ഒരു സമരം എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് വളർന്നു വന്ന ഒരു സമരം എന്നുള്ള നിലയിൽ കൈമെയ് മറന്ന് കേരള സമൂഹം ഒന്നാകെ ആ സമരത്തെ പിന്തുണച്ചു. ഇവര് ഏറ്റവും ഒടുവിൽ 9 മാസം ഈ സമരം മുന്നോട്ട് പോയപ്പോൾ ഗത്യന്തരമില്ലാതെ 1,000 രൂപ വർദ്ധിപ്പിച്ച്, അതും ഈ കേരളത്തിന് അംഗീകരിക്കാൻ കഴിയുമായിരുന്നില്ല. കാരണം 9 മാസം ഞങ്ങൾ സമരം ചെയ്തു. ഇതിനിടയിൽ 43-ാമത്തെ ദിവസം വിളിച്ചു ചേർത്ത ഒരു ചർച്ചയിൽ ഞങ്ങൾ ആവശ്യപ്പെട്ടത് 21,000 ഞങ്ങൾ ആവശ്യപ്പെടുന്നതെങ്കിലും തൽക്കാലം സമരം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു 3,000 രൂപ തരൂ, ദിവസം 100 രൂപ കൂട്ടും, ബാക്കി പിന്നീട് പടിപടിയായിട്ട് നിങ്ങൾ വർദ്ധിപ്പിച്ചു തരൂ എന്ന് പറഞ്ഞിട്ട് ആ ഒരു റിക്വസ്റ്റ് ചെവിക്കൊള്ളാൻ തയ്യാറാകാതെ, മറിച്ച് തെരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിക്കുമെന്ന് വന്നപ്പോഴത്തേക്ക് എല്ലാവരുടെയും കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് 1,000 രൂപ എന്നതും കേരളത്തിന് ദഹിച്ചില്ല. പിന്നീട് അവർക്ക് മനസ്സിലായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ തെരഞ്ഞെടുപ്പും അതിനു മുമ്പ് നിലമ്പൂർ നടന്ന തെരഞ്ഞെടുപ്പും ഇത് കളി മാറുകയാണെന്ന് അവർക്ക് മനസ്സിലായപ്പോഴത്തേക്ക് വീണ്ടും അവർ 1,000 രൂപയുടെ ഒരു വർധനവ് വരുത്തിയെങ്കിലും പക്ഷെ അത് അംഗീകരിക്കാൻ കേരളം തയ്യാറായിരുന്നില്ല. ഈ സ്ത്രീ തൊഴിലാളി സമരത്തെ ഇത്തരത്തിൽ നിഷ്ഠൂരമായി കൈകാര്യം ചെയ്തതിന് മറുപടി കൊടുക്കണമെന്ന് കേരളം തീരുമാനിച്ചു. അതിൻ്റെയും കൂടി റിസൾട്ടാണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ റിസൾട്ട്. പറഞ്ഞതുപോലെ ഒരുപാട് സമരമുറകൾ എടുക്കേണ്ടി വന്നു. എന്നിട്ടും മുൻ ആരോഗ്യമന്ത്രി വീണ ജോർജ് ആയാലും മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആയാലും വേണ്ട രീതിയിലൊരു ശ്രദ്ധ തന്നിട്ടുണ്ടായിരുന്നില്ല, വേണ്ട രീതിയിൽ തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എങ്ങനെയായിരുന്നു ആ സമയത്ത് അതിനെയൊക്കെ ഒന്ന് അതിജീവിച്ചത്? കാരണം അധികാരികൾ തീരുമാനമെടുക്കേണ്ടവർ മുഖം തിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയായിരുന്നു ആ ഒരു ഘട്ടത്തേക്ക് അതിജീവിച്ചത്? ഇല്ല, വളരെ സങ്കീർണമായ സമരഘട്ടങ്ങളിലൂടെയും ദിനങ്ങളിലൂടെയാണ് 266 ദിവസവും ഞങ്ങൾ കടന്നുപോയത്. ആ ഓരോ ഘട്ടത്തിലും എടുത്ത സമരമാർഗങ്ങൾ തീർച്ചയായിട്ടും 43 ദിവസം ഞങ്ങൾ പട്ടിണി കിടന്നു, നിരാഹാരം കിടന്നു. ഒരു സർക്കാരിന്റെ മുന്നിൽ സ്ത്രീ തൊഴിലാളികൾ 43 ദിവസം നിരാഹാരം കിടന്നു, അവരെ കണ്ണു തുറക്കുന്നില്ല. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളെടുക്കുന്ന ഒരു ഏറ്റവും വലിയ ഒരു നിലപാടാണ് മുടിമുറിക്കുക എന്ന് പറയുന്നത്. അത് എത്ര വേദനാകരമാണ്. മുടി മൊട്ടയടിച്ചുകൊണ്ട് പ്രതിഷേധിച്ചു, അവരെ കണ്ണു തുറന്നില്ല. അന്നേരവും ഞങ്ങളെ ആക്ഷേപിക്കാനാണ് ശ്രമിച്ചത്. അതിനുശേഷം
46 ദിവസം ഞങ്ങൾ തെരുവിൽ ഉറങ്ങിക്കൊണ്ട് കേരളത്തിൻ്റെ ജനങ്ങളുടെ ഇടയിലേക്ക് ഞങ്ങൾ ഈ സമരമായിട്ട് പോയി. എന്നിട്ടും അവർ കണ്ണു തുറക്കുന്നില്ല എന്നുള്ളത് മാത്രമല്ല, ഈ സമരത്തെ അവർ തുടക്കം മുതൽ അവഗണിച്ചു, നിസ്സാരവൽക്കരിച്ചു, ആക്ഷേപിച്ച് സമരത്തിൽ ഇല്ലാതാക്കാന്നാണ് അവർ ശ്രമിച്ചത്. അതിന് മത്സരമായിരുന്നു. അത് CITU നേതാക്കന്മാരാണെങ്കിലും മന്ത്രിമാരാണെങ്കിലും എല്ലാവരും. നമ്മൾക്കന്നെ ശ്രീ സുരേഷ് ഗോപി നമ്മുടെ സമരപ്പന്തലിൽ വന്നു. ഏത് ഘട്ടത്തിലാണ് വന്നത്? ഞങ്ങള് ടാർപോളിൻ കെട്ടിയിരുന്നത് വലിച്ച് പെരുമഴയത്ത് സ്ത്രീകളെ തെരുവിൽ നിർത്തിയപ്പോൾ രാത്രി 2:30 ആണ്, വെളുപ്പാങ്കാലത്താണ് മഴ പെയ്യുന്നത്. സുരേഷ് ഗോപി ഈ നമ്മുടെ സമരപ്പന്തലിൽ വരുന്നത് 11 മണിക്കാണ്. അതുവരെ ഈ മിനിസ്ട്രിയിൽ 3 സ്ത്രീകളുണ്ടായിരുന്നു. ഒരാൾക്ക് പോലും മനസ്സലിഞ്ഞില്ല. ആ സ്ത്രീകൾ അവിടെ ഇരുന്ന് മഴ നനയുന്ന, ആ മരത്തിന്റെ മൂട്ടിൽ നിൽക്കുന്ന, എന്ത് കാഷ്വാലിറ്റി ഉണ്ടാകാമല്ലോ. അതേസമയം കേരളത്തിലെ വീടുകളിൽ കിടന്നുറങ്ങിയ മനുഷ്യർ ഉറങ്ങിയില്ല, അവർ കണ്ണീരോടെ എഴുന്നേറ്റിരിക്കുകയാണ് ചെയ്തത്. അപ്പൊ അദ്ദേഹം അവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് പിന്നെ കൊട തന്നു, ഒരു മാനുഷികമായ പ്രവർത്തനം, റെയിൻകോട്ട് തന്നു. അതിനുശേഷം അദ്ദേഹം അവിടെ വന്നപ്പോഴത്തേക്ക് ഒരു സന്തോഷം കൊണ്ട് ഒരു പാട്ടുപാടി. അത് ഇത്രയും വലിയൊരു ക്രിറ്റിസിസത്തിന് വിധേയമായി എന്നുള്ളത്. മറിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്കേ, ഒരു ഇടതുപക്ഷത്തിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായിരിക്കുന്ന ഒരാളെ കുറിച്ച് ആയിരക്കണക്കിന് ആളുകൾ പാട്ടെഴുതി തിരുവാതിര നടത്തുകയാണ്. ഒരക്ഷരം പറഞ്ഞില്ല. പഞ്ച ഉച്ച അടക്കി അതെല്ലാം വളരെ സന്തോഷത്തോടെ സ്വീകരിച്ച് പ്രചരിപ്പിച്ചു. എന്നിട്ട് ഇവിടുത്തെ ഒരു വനിതാ മന്ത്രി ശ്രീമതി ബിന്ദു അന്ന് പറഞ്ഞത് എന്താണ്? ഞങ്ങൾക്ക് നട്ടലിന്റെ സ്ഥാനത്ത് വാഴപ്പിണ്ടി ആയതുകൊണ്ടാണ് പാട്ടുപാടിയെന്ന്. എന്തൊരു അപഹാസ്യമായ കാര്യങ്ങളാണ് ഇവർ കാണിച്ചത്. എന്ന് പറഞ്ഞാൽ ഇവര് വാ തുറന്നാൽ ഇത്തരത്തിൽ ഈ സമരത്തെ ആക്ഷേപിക്കാനും അല്ലെങ്കിൽ ഇതുപോലെ അപകീർത്തിപ്പെടുത്താനുമാണ് ശ്രമിച്ചത്. അതെല്ലാം ബൂമറാങ് പോലെ തിരിച്ച് അവരുടെ മേൽ വന്ന് പതിക്കുകയാണ് ചെയ്തത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഈ ഒരു അറ്റ് എ ടൈം 3000 രൂപ വർദ്ധിപ്പിച്ചപ്പോഴത്തേക്ക് നമ്മുടെ ധനകാര്യമന്ത്രി പെട്ടെന്ന് ഒരു ഭൂതോദയുണ്ടായി. മല എലിയെ പ്രസവിച്ചതുപോലെ. എന്തൊരു എന്ന് പറഞ്ഞാൽ ഇവരെപ്പോലുള്ള ആളുകൾ വാ തുറക്കാതിരിക്കുന്നതാണ് നല്ലത്. അവരെ കൂടെയുള്ള ആളുകൾ കുറച്ചു പേരെങ്കിലും കൂടെ നിൽക്കും. വാ തുറന്നാൽ ഇതുപോലെയുള്ള ഏറ്റവും ഭോഷ്കത്തരങ്ങളാണ് പറയുന്നത്. ഇവരുടെ മുന്നിൽ ഞങ്ങൾ സമരം നടത്തിയപ്പോൾ ഇവരെന്താ പറഞ്ഞത്? 266 ദിവസം ഇവർ പറഞ്ഞത് കേന്ദ്രത്തിന്റെ അടുത്ത് പോയി സമരം ചെയ്യാനാ, ഇവരല്ല കൂട്ടേണ്ടെന്നാണ് പറഞ്ഞത്. പിന്നെന്തിനാണ് ഇത്? വളരെ കോൺട്രഡിക്ടറിയാണ് അവർ പറയുന്നത്. അവർ പറയുന്നതിനകത്ത് നിലപാടുകളില്ലാതായി തീരുകയാണ് അല്ലേ? അവർ കേന്ദ്രത്തോട് ചോദിക്കാൻ പറഞ്ഞ ആളുകൾ ഇപ്പൊ കൂട്ടിയപ്പോഴത്തേക്ക് കൂട്ടിയത് കുറഞ്ഞു പോയെന്ന് പറയാ. ഒന്ന് ആലോചിച്ച് നോക്കേ. ഞങ്ങളെ പറ്റിച്ചു എന്നാണ് പറയുന്നത്, ഞങ്ങള് നേതൃത്വം ആശമാരെ പറ്റിച്ചു എന്നാണ് പറയുന്നത്. മറിച്ച് നമ്മൾ ഓർക്കേണ്ടുന്നത് 18 വർഷം കൊണ്ടാണ് ആശമാരുടെ വേതന 7000 രൂപയത്. 18 വർഷം കൊണ്ട്. അതാണ് ഏറ്റവും വലിയ വേതനമെന്ന് മുഖ്യമന്ത്രി അടക്കം, ആരോഗ്യമന്ത്രി അടക്കം, ധനകാര്യമന്ത്രി അടക്കം, CITU നേതാക്കന്മാരടക്കം എത്ര കൊട്ടിഘോഷിച്ചതാണ്. അതിൽ കൂടുതൽ കൊടുക്കുന്ന സംസ്ഥാനങ്ങളുണ്ട്. അതൊന്നുമല്ല, കേരളമാണ് ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത്, ഏറ്റവും വലിയ തുക എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ സമരം ചെയ്ത് 6 മാസം കൊണ്ട് വർദ്ധിപ്പിച്ചത് 5000 രൂപ. ഇപ്പൊ 12000 രൂപ ആശാവർക്കർമാരുടെ വേതനം. CITUവിന് കഴിഞ്ഞില്ലല്ലോ. അവർ നക്കാപ്പിച്ച പോലെ ഞങ്ങൾ 9 മാസം ഇരുന്നപ്പോഴും 1000 രൂപ തന്ന് ഞങ്ങളെ അവിടെ നിന്ന് ഓടിച്ചു വിടാനല്ലേ അവർ ശ്രമിച്ചത്. എന്തുകൊണ്ട് ഞങ്ങൾ 3000 രൂപ ചോദിച്ചപ്പോൾ അവർക്ക് തരാൻ കഴിഞ്ഞില്ല? 10000 രൂപയാകും ഞങ്ങൾ സമരം നിർത്തി പോകാം, ഇപ്പോൾ സമരം അവസാനിപ്പിക്കാന്ന് പറഞ്ഞിട്ട് കേട്ടില്ലല്ലോ. ഞങ്ങൾ സമരം ചെയ്ത് 12000 രൂപയാക്കി. ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. 18 വർഷം കൊണ്ട് 7000 രൂപ ആളുകളുടെ വേതനം 12000 ആക്കി വർദ്ധിപ്പിച്ചു കൊടുക്കാൻ 9 മാസം ഞങ്ങൾ കാറ്റും മഴയും വെയിലും ആക്ഷേപങ്ങളും സഹിച്ച് നടത്തിയ സമരത്തിലൂടെ കഴിഞ്ഞ് അതിന് ഞങ്ങളെ പ്രാപ്തമാക്കിയത് കേരള സമൂഹമാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് സങ്കീർണതകളുണ്ടായി, വിഷമങ്ങളുണ്ടായി, ചില സമയങ്ങളിൽ എങ്ങനെ മുന്നോട്ട് പോകുന്നത്. പക്ഷേ കേരളം ഒന്നടങ്കം കണ്ണും കാതും ഹൃദയവും തുറന്നു വെച്ച് ഞങ്ങളെ ചേർത്ത് പിടിച്ച് അവരുടെ കരുതലിന്റെ കീഴിലായിരുന്നു ഞങ്ങൾ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു സമയത്തും പതറിച്ചകൾ ഉണ്ടായില്ല. ഞങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് ആശങ്കപ്പെട്ടില്ല. ഞങ്ങൾ 266 ദിവസവും ഭയങ്കര ആത്മവിശ്വാസത്തിൽ, കടുത്ത ആത്മവിശ്വാസത്തിലാണ് മുന്നോട്ട് പോയി. കാരണം ഞങ്ങളെ സംരക്ഷിക്കാൻ ഈ കേരള സമൂഹമുണ്ട്, കേരളത്തിലെ പ്രബുദ്ധരായ മനുഷ്യരുണ്ട്.